ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ പിള്ളയ്ക്ക് എനിക്കും ആഹാരം തരും, എൻ്റെ പിള്ളയ്ക്കും അവരൊരു ആഹാരം തരും. അതും കൊണ്ട് ഞാൻ തിരിച്ചവന് കൊടുത്തിട്ട് അവൻ നോക്കിയിരിക്കും, എൻ്റെ വരവും നോക്കിയിരിക്കും. വന്ന് അവന് ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് അവൻ്റെ എൻ്റെ ആൾക്കാരെല്ലാവരും എന്നെ വിളിച്ചാൽ ഒരിടവും പോയില്ല. ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് കണ്ടെത്തിയത്. ദൈവം എന്നെ വഴി നടത്തും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ രാത്രിയാമത്തിൽ നിലവിളിച്ച് കരയുന്ന സമയത്ത് ഞാൻ ഉറങ്ങി സ്വപ്നം കാണുമ്പോൾ ഒരാൾ ഒരു ദൈവദാസൻ എന്നെ കാണാൻ വരും. അപ്പോൾ ഞാൻ എൻ്റെ സാരിയെല്ലാം പറക്കി, റബ്ബറിൻ്റെ ഇടയിലാണ് എൻ്റെ വീട്, ഞാൻ എല്ലാം പറക്കി മൂടി പൊതിച്ച് വെച്ചിട്ടാണ് കിടന്നുറങ്ങണേ. വീഴുന്നാൽ എൻ്റെ തലയെ കൂടി വീഴണം, എൻ്റെ മകനൊന്നും സംഭവിക്കരുത്, അവൻ്റെ ദേഹത്തുകൂടി വീഴരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുകയായിരുന്നു. ദൈവദാസൻ വന്നൊരു ദിവസം പറഞ്ഞ് എന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞാൻ ദൈവത്തെ അറിയാൻ തുടങ്ങിയത് മുതൽ ഞാൻ വളരെ വേദന അനുഭവിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന്. ദൈവദാസൻ പറഞ്ഞു, നിനക്ക് മരുഭൂമിയിൽ ദൈവം നീരുറ തുറക്കാൻ പോവുകയാണ് എന്ന് പറയുവാനിടയായി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ദൈവദാസൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയും പ്രയാസവും കടന്നു വരും ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ നീ ഒരു പാസ്പോർട്ട് എടുത്ത് വയ്ക്കണം, ദൈവം നിനക്ക് പുതിയ വഴിയും വാതിലും തുറന്നു തരുമെന്ന്. അതനുസരിച്ച് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാസ്പോർട്ട് എടുത്ത് വയ്ക്കുവാനിടയായി. അപ്പോഴെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ മിക്കവാറും എപ്പോഴും ആ ദൈവദാസന് ഞാൻ എവിടെ ഞാൻ തെരുവിൽ പ്രസംഗിക്കാൻ കഴിയും ഭവനങ്ങളിൽ ഞാൻ പോയി എന്നോട് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ ദൈവദാസനെ എന്നും കാണുക പതിവാണ്. അപ്പോഴെന്നോട് പറഞ്ഞു, നിനക്ക് തിരുവനന്തപുരത്ത് അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജിലല്ല, തൈക്കാട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓഫീസുണ്ട്. അവർ ഓഫീസിൽ ഗൾഫിൽ പോവാൻ ഹോസ്പിറ്റൽ വെയിറ്റ്ലെസ് ആയിട്ട് ആൾക്കാരെ എടുക്കുന്ന ഇൻ്റർവ്യൂ നടക്കുകയാണ്, നീ അവിടെ പോകണം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വഴി അറിഞ്ഞുകൂടാ, ഞാൻ എങ്ങനെ പോയി? ഈ ദൈവദാസൻ എനിക്ക് വഴി പറഞ്ഞു തന്ന്. ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജ്, അന്ന് ഞാൻ നല്ല ചെറുപ്പമാണെന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ ഈ തൈക്കാട് ഹോസ്പിറ്റലിൽ അടുത്ത് പോയപ്പോൾ ഒരു വലിയ ഓഫീസായിരുന്നു. അവിടെ ഇൻ്റർവ്യൂ എനിക്ക് ആരും റെക്കമെൻഡ് ഇല്ലായിരുന്നു. എനിക്ക് റെക്കമെൻഡിൻ്റെ സ്വർഗത്തിൽ അപ്പൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ അവിടെ അവർ പറഞ്ഞ് നിങ്ങൾക്ക് പാസ്പോർട്ട് തരാൻ കേട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കുവൈറ്റിലെ മിനിസ്ട്രി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വെയിറ്റ്ലെസ്സായിട്ട് നിങ്ങൾക്ക് ജോലിയാവും. ഇന്ന ദിവസം നിങ്ങൾ എയർപോർട്ടിൽ വരണം, ടിക്കറ്റെല്ലാം ഞങ്ങളോട് അയച്ചു തരുമെന്ന്. ദൈവമക്കളെ, ദൈവം സഹായിച്ച് ആ കറക്റ്റ് സമയത്തെല്ലാം കഴിഞ്ഞ് ഞാൻ കുവൈറ്റിലേക്ക് കടന്നു പോകാനിടയായി. അവിടെ പോയി മോനെ 12 വയസ്സേ പ്രായമുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോയി. ഞാൻ അവിടെ ചെന്ന് കാശെല്ലാം ഉണ്ടാക്കി. അവൻ വലുതായി. ഞാൻ അവിടെ അവൻ്റെ പേരിൽ അയച്ചു കൊടുത്തു. കാശെല്ലാം അയച്ച് എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് വീടൊക്കെ വെച്ചത്. എല്ലാം റെഡിയാക്കി അവനെ കൊണ്ട് ഞാൻ കല്യാണവും കഴിപ്പിച്ച് തിരിച്ച് ഞാൻ ഒരു പ്രാവശ്യം കൂടി പിന്നെയും ദൈവാലോചന ഞാൻ ചോദിച്ചു, ദൈവമേ, ഞാൻ ഇനി ഒരിക്കൽ കൂടി എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് കടം കൂടിയുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, നീ ഒരിക്കൽ കൂടി പോകണം, പിന്നെ നീ പോകരുത്, നിനക്ക് ഒരു കാര്യം കൊണ്ട് നഷ്ടപ്പെടേണ്ടതൊക്കെ ചിലതൊക്കെ ഇനിയും നഷ്ടപ്പെടാനുണ്ട്. നീ ഈ നിയമപുസ്തകം എടുത്ത് തെരുവിലിറങ്ങി നീ ദൈവവചനം സംസാരിക്കണം, നിനക്കതിൽ കൂടി അന്നത്തിനുള്ള വഴി ദൈവം തമ്പുരാൻ ഒരുക്കി തരുമെന്ന്. അത് ഞാൻ എന്താണ് വിവരമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചില്ല. ഞാൻ അവിടെ ചെന്ന് സൗദി അറേബ്യയിൽ ഡമാമിൽ ഒരു കമ്പനിയിലായിരുന്നു, കമ്പനിയിലെ സ്റ്റോർ കീപ്പറായിരുന്നു അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ 2 വർഷം തിരിച്ചു വന്ന് ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഒരിടവും പോകണ്ട, മോൻ 2 പിള്ളേരുമായി മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇനി ഒരിക്കലും ഒരിടവും പോകണ്ട, എൻ്റെ മകൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കണം. ഒരു പൈസയിലെ കടം എനിക്കില്ല. ദൈവം കടമെല്ലാം തീർക്കാനുള്ള വഴി തന്ന്, 2 നില ഒരു വീട് വയ്ക്കാനുള്ള വഴി തന്ന് എല്ലാ ഭാഗ്യങ്ങളും. എൻ്റെ മോൻ പെയിൻ്ററായിരുന്നു. എല്ലാം റെഡിയായി ഞങ്ങളങ്ങനെ ജീവിച്ചു വന്ന വരവിൽ ഒരു ദിവസം രാവിലെ ഞാൻ പ്രേരണമായി ഇറങ്ങിയപ്പോൾ പറയണം, അമ്മ എനിക്ക് കാല് സുഖമില്ല, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഇന്ന് ഞാൻ വണ്ടി എടുക്കണില്ല, എനിക്ക് നടന്നു പോകാൻ പറ്റണില്ല, നടന്ന് നമുക്ക് ആശുപത്രി വന്നു. ഒരു മക്കളെ ഞാൻ കാട്ടാക്കട പ്രവീൺ ഡോക്ടറെ അടുത്ത് എൻ്റെ മോനെ കൊണ്ടുപോയപ്പോൾ എനിക്കൊരൊറ്റ മോനേ ഉള്ളൂ, എനിക്ക് വേറെ ആരുമില്ല. ഡോക്ടർ പറയാണ്, നിൻ്റെ മകന് സിസ്റ്ററെ, നിങ്ങളുടെ മകന് ഹാർട്ടിൻ്റെ ആരംഭമാണ്, ഈ മരുന്ന് കഴിച്ചാൽ മതി. ദൈവമക്കളെ, എൻ്റെ പിള്ള മരുന്നും കൊണ്ട് വീട്ടിൽ വന്ന് അന്ന് എനിക്കൊരു പ്രേയർ ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രേയറിന് പോയ സമയത്ത് ഇവൻ വീട്ടിൽ കിടക്കുകയായിരുന്നു. അവന് പെട്ടെന്ന്
ഹാർട്ടിൻ്റെ അസുഖം കൂടി, നെഞ്ചുവേദന വന്ന് ഉടനെ അവനെ കാട്ടാക്കട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞില്ല, അവന് കൂടുതലാണ്, എത്രയും വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ എൻ്റെ പിള്ളേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവൻ അവിടെ നിന്ന് മരിച്ച് തിരിച്ച് പിറ്റേന്ന് രാവിലെ കൊണ്ടുവരുവാനിടയായി. മക്കളെ, ഞാൻ വിധവയാണ്, അനാഥയാണ്. അവൻ 2 പിള്ളേരുണ്ട്, അവളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ വീട്ടിലാണ്. ദൈവം അന്നും നന്നത്തുള്ള വഴിയും വാതിലും ഒരുക്കി തരണം. ഞാൻ ഒരിക്കലും ഈ പുസ്തകം താഴെ വച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ദൈവത്തെ ഞാൻ കൈവിട്ടിട്ടില്ല. അന്ന് ദൈവം തന്ന് ദൈവം എടുത്തു എന്ന് പറഞ്ഞും കൊണ്ട് ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വാട്സപ്പിൽ കൂടി ഒരു പ്രേയർ ഗ്രൂപ്പ് നടന്ന അഡ്മിനാണ്. വിദേശത്തുള്ളവരുണ്ട്, സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റിലുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ദിവസവും എല്ലാവർക്കും രാത്രി ഞാൻ മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഓൺലൈനിൽ പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് ഇത്രയും പ്രശ്നം കടന്നു വന്നിട്ട് യോബ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ദൈവം തന്ന് ദൈവം എടുത്ത് എനിക്കൊരു പ്രശ്നവുമില്ല. ദൈവസന്നിധി എന്നും ഞാൻ ഭാഗവാക്കായി ജീവിക്കും. ഈ ലോകം തരാത്ത സമാധാനം, ഈ ലോകം തരാത്ത സന്തോഷം, ഈ ലോകം തരാത്ത എല്ലാം തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാൻ കണ്ടെത്തിയത്. പലരും ഞാൻ ഫേസ്ബുക്കിൽ എനിക്കിഷ്ടംപോലെ 2000 ഫ്രണ്ട്സ് എൻ്റെ ഫേസ്ബുക്കിലുണ്ട്. ഓരോരുത്തർ വീതം ഇങ്ങനെ ഇടുവാനിടയായി. നിങ്ങൾക്ക് ഇനിയെങ്കിലും ബൈബിൾ താഴെ വെച്ചിട്ട് നിങ്ങൾ നല്ലവണ്ണം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയില്ലേ, നിങ്ങൾക്ക് കൊച്ചൂടെ, നിങ്ങൾക്ക് ബൈബിളും നിങ്ങൾ ഇതൊക്കെ മറ്റ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. എൻ്റെ ഭർത്താവ് വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ. നിങ്ങൾ ഇറങ്ങിക്കൂടെ എന്നോട് ചോദിക്കുവാനാണ്. ദൈവമക്കളെ, മരിച്ചവരെ കുഴിച്ചിടട്ടെ എന്ന് പറയുകയാണെങ്കിൽ എവിടെ സൗകര്യം കിട്ടുമോ, എവിടെ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുമോ അവിടെയൊക്കെ ചെന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ പ്രാർത്ഥിക്കും. ഏത് വീട്ടിൽ ഞാൻ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആര് വിളിച്ചാലും ഒരിക്കലും ഞാൻ പോകില്ല എന്ന് പറയില്ല. ഞാൻ അവിടെ ചെന്ന് ഞാൻ ദൈവവേല ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ദൈവം വലിയവനാണെന്ന് സാക്ഷിക്കുന്നു. വിടുതലിന് വേണ്ടി ഞാൻ മണിക്കൂറോളം വീട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വലിയവനാണ്. ദൈവസന്നിധിയിൽ ആരെല്ലാം കരഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം വേദനിച്ചിട്ടുണ്ടോ, ആരെല്ലാം കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ അവിടെ മേലെല്ലാം ദൈവം വിടുതലിൻ്റെ കരം അയച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ നാം നോക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും അത് നമുക്ക് കാണുവാൻ കഴിയും. 90 വയസ്സായ സാറ മക്കൾക്ക് വേണ്ടി കരഞ്ഞൊരു സ്ത്രീയാണ്. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് അബ്രഹാം പിതാവായിരുന്നു. പക്ഷേ അവർക്കൊരു തലമുറ ദൈവം കൊടുത്തു എങ്കിലും ആ തലമുറ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ഈ മകനെ കൊണ്ടുവന്ന് ഈ മോരിയോ മലയെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കണം. ദൈവമക്കളെ, ആരും ഒരു മക്കളുള്ളവരാരും കൊടുക്കൂല. അവർ പറയും എനിക്കൊരു മോനേ ഉള്ളൂ, ഞാൻ തരൂല എന്ന്. ഒന്നും ഞാൻ അബ്രഹാം പിതാവ് ആ മകനെയും കൊണ്ട് ബലി കഴിക്കുവാൻ കടന്നുപോയി. അപ്പോഴാ മോൻ അപ്പനോട് ചോദിക്കണം, അപ്പ യാഗവസ്തു എവിടെ? അപ്പന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരപ്പൻ്റെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം അപ്പൻ കരഞ്ഞാണ്. ആ ഹൃദയം പൊട്ടിക്കാണും അപ്പൻ്റെ ഹൃദയം. അപ്പനൊന്നും പറഞ്ഞില്ല, ശബ്ദിച്ചില്ല. അവനെ വിറല്ലാടിക്ക് ഇവനെ എടുത്ത് അവിടെ വിറലിൻ്റെ പുറത്ത് വെച്ച് അവരെ യാഗം കഴിപ്പിക്കുവാൻ വയ്ക്കുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവശബ്ദം ഉണ്ടായി, ആട്ടിൻ കൂറ്റത്തെ അവിടെ എത്തിക്കൊണ്ട് അതിനടുത്ത് യാഗം കഴിക്കാൻ. ദൈവമക്കളെ, ഈ വിശ്വാസം നിനക്കുണ്ടോ? ഈ വിശ്വാസം നിനക്കുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക എന്ന് ചെയ്യും. പലപ്പോഴും ഞാൻ പറയും, 2 കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ എന്ന് രാവിലെ മുട്ടിന്മേൽ കരയെ, കർത്താവേ, ഈ മക്കളെ വളർത്തുവാനുള്ള വഴി മാതാവിന് കൊടുക്കണം. അവളൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്, ഒരു ദിവസം പോലും പട്ടിണി കിടക്കരുത്. എവർ സന്തോഷം അനുഭവിക്കണം കാണണമെന്ന് ഞാൻ ഇന്നും അവളെ ഒരുക്കി വിട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വലിയവനാണ്. എനിക്ക് ദൈവം തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ഞാൻ തയ്യാറാണ്, ഞാൻ മരിക്കാനും തയ്യാറാണ്. എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞു നോക്കണ്ട. എൻ്റെ മക്കൾ പട്ടിണി കിടക്കുമെന്നോ അവർ മഴ നനയുമെന്നോ അവർക്ക് കടഭാരമുണ്ടോ ഒന്നും പേടിക്കേണ്ട കാര്യമല്ല. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടെന്നും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം വലിയവനാണ്. നീതിമാൻ്റെ മക്കൾ അപ്പക്കക്ഷ എറിഞ്ഞിട്ടില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ നിൻ്റെ ജീവിതം നീതിയുടെയാണെങ്കിൽ, നീതിയോട് നീ ജീവിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നീ ഒരു ദിവസമെങ്കിലും പട്ടിണി കിടക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നീ കരയാറുണ്ടോ? നീ പ്രാർത്ഥിക്കേണ്ട, ദൈവമേ, ഇന്ന് ലോകത്തിൽ നോക്കാമെങ്കിൽ കൂലിയില്ല, വേലയില്ലാതെ പട്ടിണി കിടക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഞാൻ ഈ സദസ്സിൽ നിന്ന് പറയുകയാണ്,
ഞാൻ എന്നും രാത്രി 7 മണി, എനിക്കൊരു 6 മണി അല്ലെങ്കിൽ 7 മണിയുടെ ഒരു 4 വീട്ടിൽ പ്രെയർ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ ഞാൻ 10 മണി വരെ ഞാൻ പ്രെയർ ഗ്രൂപ്പിലായിരിക്കും, പൊണ്ണയിലായിരിക്കും. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദൈവം ചെയ്ത ഉപകാരം, കഷ്ടവും പ്രയാസവും കടന്നു വന്നെങ്കിലും എനിക്ക് ജീവനോടെ ഇരിക്കുവാൻ എനിക്ക് ഒരു അവകാശം തന്നതുകൊണ്ട് ദേശത്തിറങ്ങി ദൈവം വലിയവനാണെന്ന് സാക്ഷീകരിക്കുവാൻ വേണ്ടി ദൈവം എനിക്കിന്ന് ജീവൻ തന്നിരിക്കുകയാണ്. അതിന് ഞാൻ എപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവളാണ്. എനിക്കൊന്നും പ്രശ്നമില്ല. ആരെങ്കിലും പട്ടിണി എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം തകരും. ദൈവമേ, അവർക്ക് നീ ഉപജനത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കണം, കുഞ്ഞുകുട്ടികളാരും വിശന്ന് കരയരുതേ എന്ന് ഞാൻ കരയുന്ന പല അവസരങ്ങൾ. എൻ്റെ മകൻ വിശന്ന് കരഞ്ഞതുപോലെ ഒരു കുഞ്ഞുകുട്ടികളും കരയരുത്, അവർക്ക് അന്നത്തിനുള്ള വഴി ഒരുക്കണം. ദൈവമക്കളെ, ദൈവം വലിയവനാണ്. ഞാൻ വിദേശത്ത് പോയത് എനിക്കൊരു പ്രെയർ ഗ്രൂപ്പ്, ഒരു ഹാള് പണിയാൻ വേണ്ടിയായിരുന്നു. എനിക്കതൊന്നും സാധിച്ചില്ല. പിന്നീട് എനിക്ക് പോകാനും സാധിച്ചില്ല. അതിലെനിക്ക് വിഷമങ്ങൾ. ദൈവം എവിടെ അയച്ചാലും തെരുവിലിറങ്ങിയാൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.